യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം ആദ്യമായി ചെന്നു ചേരുന്ന ഖബർ എന്താണ്? ഖബറിന്റെ സ്ഥിതി. ഖബറിന്റെ സ്ഥിതിയെക്കുറിച്ച് ഹദീസുകളിൽ വന്നത് കവികൾ അവർ വളരെ വ്യക്തമായി പറയുന്നുവെന്ന്. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ട് നീ കരയേണ്ടതാ. വളരെ കൃത്യമായി പറയുന്നുവെന്ന്. ഖബർ കേൾക്കുമ്പോഴേക്ക് തന്നെ നമ്മുടെ മനസ്സിൽ വരേണ്ടത് ആ ഏകമായ ജീവിതം, പ്രത്യേകമായിട്ട് അവിടെ ഒറ്റക്ക് കഴിഞ്ഞുകൂടേണ്ടുന്ന അവസ്ഥ. മേടക്ക് പകരം മാളമാ സുബ്ഹാനാ, റബ്ബി അതിൽ കിടക്കേണ്ടതാണ് അസ്മാനാ. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ വീടുകളും വിട്ടേച്ചുകൊണ്ട് പോകുന്ന അവസരത്തിൽ അതൊന്നുമില്ലാതെ വലം യഖ്റുജു ഇല്ലാ ബിഖുത്നിൻ വഖിർഖത്തിൻ വമാ ആമറു മിൻ മൻസിലിൻ വല്ല ഖാലിയാ. ജീവിതത്തിന്റെ എല്ലാ സമ്പാദ്യങ്ങളും മുതൽ മുടക്കുകളും ചെലവഴിച്ചുകൊണ്ടുണ്ടാക്കിയ ഒരു വീട്, സുന്ദരമായ വീട് വിട്ടുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന എത്ര വലിയ പണക്കാരനാണെങ്കിലും ധനാഢ്യനാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും അവന് കൊണ്ടുപോകാനുള്ള കൈമുതൽ എന്താണെന്നോ? അല്പം പഞ്ഞിയും കഫൻ തുണിയുമല്ലാതെ മറ്റൊന്നുമില്ലാതെ ഉണ്ടാക്കി തീർത്ത വീടിനെ കാലിയാക്കി വിട്ടേച്ചുകൊണ്ട് അവൻ അവൻ ചെന്ന് ചേരാനുള്ള ഖബറുണ്ടല്ലോ, ആ ഖബറിനെ സംബന്ധിച്ചിടത്തോളം സമ്പാദ്യ മുതലിൽ നിന്ന് മൂന്നക്ക് ഫാനാ. അത് മാത്രമല്ല അതിലെപ്പോഴും വഹ്ദാന. ആ സമ്പാദ്യ മുതലുമായി കൊണ്ട് ഖബറിൽ ചെന്നാൽ ശാശ്വതമായി അവിടെ ഏകാന്തത തന്നെയാണ്. അവിടെ പിന്നെ നമ്മൾ എതിരേൽക്കാൻ വരുന്നതാരാണെന്നോ? ചിതലും പുഴുക്കൾ താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുരമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. കാടില്ല റേഷൻ വേണ്ട പോലതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല തള്ളലാണത് കൊണ്ട്. എത്ര രസകരമായിട്ടാണ് സുഹൃത്തുക്കളെ, എത്ര ഹൃദയസ്പൃക്കായിട്ടാണ് അത് വിശദീകരിച്ചത്. ഈ സുന്ദരമായ ബോഡിയുണ്ടല്ലോ, അതങ്ങ് ഖബറിലെത്തിക്കഴിഞ്ഞാൽ നമ്മെ കാത്തുകിടക്കിക്കൊണ്ട് വരുന്നതാരാണെന്നോ? ചിതലും പുഴുക്കൾ താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ. ചെതലും പുഴുക്കളും നമ്മുടെ ശരീരത്തിൽ കയറിയിട്ട് അതങ്ങ് വളരെ തിക്കിത്തിരക്കി നമ്മുടെ സുവർണമായ സ്വർണ്ണ നിറമുള്ള നമ്മുടെ ശരീരത്തിൽ എങ്ങനെ തിക്കും തിരക്കും കൂട്ടിയിട്ടെങ്ങനെ കടിച്ചു കീറിക്കൊണ്ട് നമ്മുടെ ശരീരമൊട്ടാകെ അങ്ങ് തീർന്നു പോകുന്ന രംഗത്തെക്കുറിച്ച് ചിന്തിക്കാൻ അതാണല്ലോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എല്ലാ സൗകര്യങ്ങളെയും മുറിച്ചു കളയുന്ന നിന്റെ എല്ലാ രൂപത്തിലുള്ള ഈ ലോകത്തുള്ള ദമ്പുകളും അഹങ്കാരങ്ങളും നിന്റെ താൻപോരിമകളും പ്രമാണിത്വങ്ങളും എല്ലാം അവസാനിപ്പിക്കുന്ന മരണത്തെക്കുറിച്ച് ചിന്തിച്ചോ എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ ഒരവസ്ഥയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ ഈ ശരീരം അവിടെ അഴുകുകയായി. അഴുകുന്നതാണൊരു 3 ദിവസം കൊണ്ട് സുഹൃത്തുക്കളെ നമുക്കുള്ള നേത്രം രണ്ടും. ഉടൻ തന്നെ മുഖമിൽ കാണുമേ ഗുഹ 2, നോക്കുന്ന പക്ഷം മണ്ടുമേ ഭയം കൊണ്ട്. സുന്ദരമായ ഈ മുഖത്ത് കാണുന്നത് പിന്നെ 2 ഗുഹകൾ മാത്രമാണ്. കണ്ണുകൾ അഴുകിപ്പോയി, കവിളെല്ലാം അഴുകിപ്പോയി, ശരീരത്തിന്റെ പിന്നെയൊന്നും ബാക്കിയില്ലാത്ത നിലക്ക് എല്ലാം നശിച്ചുകൊണ്ട് ഖബറിൽ പോകുന്ന ആ ഒരു ഭീതിജനകമായ ഭയാനകമായ ഒരു രംഗം, ഖബറിൽ ഏകമായി കഴിച്ചുകൂട്ടേണ്ടുന്ന ഒരു രംഗം. ആ രംഗത്തെക്കുറിച്ച് ചിന്തിക്കാൻ നിനക്ക് സമയമായിട്ടില്ലേ?